ഇനി ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്ക്. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ സഹോദരനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് തിരുവനന്തപുരം കുളർത്തൂർ സ്വദേശിയായ സുദർശനും അദ്ദേഹത്തിൻ്റെ കുടുംബവും. 2023 ഒക്ടോബറിലാണ് സുദർശൻ്റെ സഹോദരൻ ശ്രീരംഗനെ തിരുവനന്തപുരത്ത് വെച്ച് കാണാതാവുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ശ്രീരംഗനെ 2 വർഷങ്ങൾക്കിപ്പുറം ആസാമിൽ നിന്നും അവിചാരിതമായി കണ്ടുകിട്ടി. അതൊരു വലിയ കഥയാണ്. ആദ്യം ആ സഹോദരൻ്റെ വാക്കുകൾ കേൾക്കാം. 2023 ഒക്ടോബർ 11 തീയതിയാണ് ശ്രീരംഗൻ എന്ന തിരുവനന്തപുരം അരശുമൂട് സ്വദേശിയെ കാണാതാകുന്നത്. ഇപ്പോൾ ഈ 2026 മാർച്ച് മാസത്തിൽ 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ യുവാവിനെ ആസാമിൽ വെച്ച് കണ്ടെത്തുകയാണ്. അതും വളരെ അവിചാരിതമായിട്ടാണ്. പോലീസും കുടുംബവും കുറെ നാളുകൾ അന്വേഷിച്ചിട്ടും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ വളരെ അവിചാരിതമായി സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലാണ് അയാളിപ്പോൾ തിരിച്ച് കുടുംബത്തിലേക്ക് എത്താൻ പോകുന്നത്. ഇപ്പോഴും അവർ ആസാമിൽ തന്നെ തുടരുകയാണ്. എന്താണ് നടന്നത് എന്ന കാര്യം നമുക്ക് കുടുംബത്തോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ശ്രീരംഗനെ കാണാതായത്? ഒക്ടോബർ 11 തീയതി നമ്മൾ രാവിലെ കാപ്പിയെ കൊടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വന്നില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരത്തായിട്ടും പുള്ളിയെ കാണാറില്ല. കാണാത്തതോടെ നമ്മൾ എല്ലായിടും തിരക്കി നോക്കിയപ്പോൾ അവിടെ ഒരിടത്തും ചെന്നിട്ടില്ല. പിറ്റേന്ന് നമ്മൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാതെ നമ്മൾ ഈ പുള്ളിയെ തിരക്കി നടക്കുകയും പിറ്റേന്ന് 13 തീയതി നമ്മൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. വേറെ ഒന്നും ഇല്ല. നമ്മൾ വേറെ വിഷയമൊന്നുമില്ല. പുള്ളി ചെറിയ മെന്റൽ പേഷ്യന്റാണ്, അത്രേ ഉള്ളൂ. പോലീസിൽ പരാതിപ്പെട്ടതിന് ശേഷം എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? പോലീസ് പരാതിപ്പെട്ടപ്പോൾ പോലീസിൽ എന്നെ അപ്പോഴപ്പോഴും എന്നെ വിളിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ തിരക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ തിരക്കുന്നുണ്ടോ അതൊക്കെ ചോദിക്കും. നമ്മൾ പറയും തിരക്കുന്നുണ്ട്, ആണ്ട് കിട്ടാൻ വഴിയില്ല. എവിടെ വരെ നിങ്ങൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് നിങ്ങളതായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? സംസ്ഥാനത്തിന്റെ പുറത്ത് നമ്മൾ പോയിട്ടില്ല. നമ്മുടെ കേരളത്തിനകത്ത് തന്നെ തുറന്നാക്കാം. അത് നമ്മളെ ചെലവിലാണ് പോയത്. പല സ്ഥലങ്ങളിലും ചിത്രങ്ങളടക്കം പുറത്തേക്ക് ടൂർ പോകുന്ന ആൾക്കാരടക്കം ചിത്രങ്ങൾ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും? അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോൺ നമ്പറും അതെല്ലാം കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. രൂപസാദൃശ്യമുള്ള ഒരാളെ ഇവിടുന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് വന്നായിരുന്നു. അത് കോട്ടയം തെരുന്നിൽ ഒരു ക്ഷേത്രത്തിനവിടെ നമ്മൾ തിരക്കി പോവുകയും ചെയ്തു. ആളായിരുന്നില്ല. ആ രൂപസാദൃശ്യം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പോയതാണ്. പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. ആളല്ല അവിടെ ചെന്നപ്പോൾ. ഇതിപ്പോ കണ്ടെത്തിയത്, അതായത് ഇപ്പോൾ പോലീസ് 2 ദിവസം മുന്നേ അറിയിച്ചപ്പോഴാണ് ഇങ്ങനെ ആളെ കണ്ടെത്തിയെന്ന് അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ വിവരം എന്തെങ്കിലും അറിയാം? അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നമ്മളുടെ പറഞ്ഞില്ല. നമുക്ക് ഫോട്ടോ മാത്രം അയച്ചു തന്ന് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. അത്രയും തന്നെ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പോയി കൊണ്ടുവരേണ്ട ഒരു സ്ഥിതിയിൽ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനം നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല, അതെങ്ങനെയെങ്കിലും ഗവൺമെന്റ് എത്തിക്കണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിരിക്കണമെന്ന് പറയും. ഇല്ലാതൊന്നുമില്ല. ഇതിനു മുൻപ് ഇങ്ങനെ കാണാതാവുക അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു? കാണാതായിട്ടില്ല. പിന്നെ അതിന് മുൻപ് പോവും. പക്ഷെ നമ്മളിവിടുന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മളെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോവും. അവിടെ നിന്നിട്ട് ഒരു 7-8 മണിക്ക് മുന്നേ വീട്ടിലെത്തിയിരിക്കും. വേറെ എവിടെയൊന്നും പോകില്ല. അങ്ങനെയുള്ള ഒരു നല്ല വരണ്ടായിരുന്ന സമയത്ത് ഒരിടത്തും പോയിട്ടില്ല. പോയാൽ തന്നെയും അവിടെ നിന്ന് തിരിച്ചു വരും. ഇവിടെ നടന്നു പോകും, നടന്ന് അതേപോലെ തിരിച്ചു വരും. ബസ്സിന് പൈസ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഈ ശ്രീരംഗനെ കിട്ടിയ കഥ ആ കുടുംബം പങ്കുവെക്കുന്നത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ 3 വർഷം മുമ്പ് കാണാതായ ശ്രീരംഗനെ കഴിഞ്ഞ ദിവസമാണ് ഈ ആസാമിൽ നിന്നും കണ്ടെത്തിയത്. അതായത് കേരളത്തിൽ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ വ്യക്തി എങ്ങനെ ആസാമിലെത്തി എന്നൊരു വലിയ ചോദ്യമാണ്. ആസാം പോലീസാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. ആസാമിലെ കൊഹോറ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ നിഹാരിക സോണോവാളിന്റെ ഒരു സമയോചിതമായ ഇടപെടലാണ് ശ്രീരംഗനെ കണ്ടെത്താൻ വഴിവെച്ചത്. രാത്രി അപരിചിതനായ ഒരു വ്യക്തി വനമേഖലയിലൂടെ നടന്നു പോകുന്നത് കണ്ട ഗ്രാമവാസികളാണ് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസിന്റെ സംരക്ഷണയിലായിരുന്ന ശ്രീരംഗൻ ഉടൻ തന്നെ കേരളത്തിലെത്തും. നമുക്ക് ആ പോലീസ് ഓഫീസറുടെ വാക്കുകൾ. The local people of Hatikuli tea estate found a man wandering aimlessly. Accordingly, the local people hand over the person to Kohara police outpost. I could make out that he is speaking Malayalam, so I called a lady who also speaks Malayalam and who stays near my outpost to help with the translation. So with her help, we got to know that the person name is Srirangan and his age is around 54 years and his village is Manmara from Tiruvananthapuram, Kerala.
Thereafter, I contacted Commissioner of Police Tiruvananthapuram and a special branch Deputy Superintendent of Police Kajakottam, and from them we came to know that Srirangan is missing from October 2023, and a missing person case has been registered for it. ഈ ശ്രീരംഗൻ നമുക്കറിയാം, നാട്ടുകളിൽ നിന്ന് കാണാതാവുന്ന പലരും എത്തിപ്പെടുന്നത് പിന്നീട് അവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ പറ്റുന്നു എന്നറിയുമ്പോൾ വലിയ സന്തോഷമാണ് നൽകുന്നത്. എന്തായാലും ശ്രീരംഗനും ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. കഴക്കൂട്ടത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് ട്രെയിൻ യാത്ര ചെയ്ത് വഴി തെറ്റി ആന്ധ്രാപ്രദേശിലെത്തിയതായും അവിടെ നിന്ന് കാൽനടയായിട്ടാണ് താൻ ആസാമിലെത്തിയതെന്നും ശ്രീരംഗൻ പറയുന്നു. തുടർച്ചയായ 1 വർഷം നടന്നാണ് ആസാമിലെത്തിയതെന്നും ശ്രീരംഗൻ വ്യക്തമാക്കുന്നു. എന്തായാലും നാട്ടിലേക്ക് മടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചതിൻ്റെ ഒരു സന്തോഷം കൂടി ശ്രീരംഗനുണ്ട്. ആന്ധ്രയിൽ നിന്ന് എങ്ങനെ ഇവിടെ വന്നു? നടന്നോ? 1 വർഷമായി. ആന്ധ്രയിൽ എങ്ങനെ എത്തിപ്പെട്ടത്? കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. കന്യാകുമാരിയിലേക്ക് ട്രെയിനിൽ പോവുകയാണ്. അവിടെ ഇറങ്ങിയപ്പോൾ ആന്ധ്രയിലെത്തി. അങ്ങോട്ട് പോയി. ആന്ധ്രയിൽ നിന്ന് പിന്നെ എങ്ങനെ ആസാമിലെത്തി? എത്ര കാലമായി നടക്കുന്നത്? 1 വർഷം 13 മാസം. ആണോ? വീട്ടുകാരെ കണ്ടെത്തിയതിൽ സന്തോഷമില്ലേ? വീട്ടിൽ പോകുന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ? അവര് വരും എന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ. യഥാർത്ഥത്തിൽ ഈ കഴക്കൂട്ടം സ്വദേശിയായ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരംഗനെ കണ്ടെത്തി, വനമേഖലയിൽ കുടുങ്ങിയ ശ്രീരംഗനെ കണ്ടെത്തി ഇവിടെ നാട്ടിലെത്തിക്കാൻ ഇടവെച്ചതും ഒരു മലയാളിയാണ്, ഷബ്ന സുലൈമാൻ. അവരാണ് ആസാമിൽ യാദൃച്ഛികമായി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നടത്തിയ ഇടപെടലാണ് അവരുമായി ഒരു ആശയവിനിമയം സാധ്യമാക്കുന്നത്. ഷബ്ന തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷബ്ന, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പോലീസിൽ നിന്നുള്ള ഇൻറ്റിമേഷൻ കിട്ടുന്നത്? ഒരു മലയാളിയെ കിട്ടി അവിടെ എന്നുള്ള വിവരമാണോ? എപ്പോൾ ഈ വ്യക്തി ശ്രീരംഗൻ എപ്പോഴേക്ക് നാട്ടിലേക്ക് മടങ്ങിയെത്താനാവും? ആക്ച്വലി അവിടുത്തെ കൊഹോറ എന്ന് പറയുന്നത് ഈ കാശിരംഗയുടെ കീഴിലുള്ള സ്റ്റേഷന് അവിടുത്തെ ചാർജ് വരുന്ന ഒരു ചെറിയൊരു ഔട്ട് പോസ്റ്റാ. ചെറിയൊരു റൂമും ഒരു 2 സെല്ലും മാത്രമേ ഉള്ളൂ. ഒരു വനിതാ എസ് ഐ വെരി യങ്ങർ, ഒരു അറൌണ്ട് ഒരു 30 years വരുന്ന ലേഡിയാണ്. അപ്പൊ എന്റെ ഫോണ് മുൻപ് പോയിട്ട് പുള്ളിക്കാരിയാണ് കണ്ടെത്തിയത്. കള്ളന്മാരാരോ വണ്ടിയിൽ നിന്ന് എടുത്ത് പോയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ തിരിച്ചവിടെ വന്നു എന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയാം. അപ്പൊ രാത്രി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു മലയാളിയെ കിട്ടിയിട്ടുണ്ട്, പുള്ളി പറയുന്നത് മനസ്സിലാവുന്നില്ല, ഞാൻ സ്പീക്കർ ഫോണിൽ ഇടാം, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്പീക്കർ ഫോണിൽ ക്ലിയർ ആവാത്തത് കാരണം എന്നോട് പറഞ്ഞു ഒന്ന് നേരിട്ട് വരാമോ എന്ന് പറഞ്ഞു. അങ്ങനെ നേരിട്ട് സ്റ്റേഷനിൽ പോയപ്പോഴാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പോക്കറ്റില് ഞാൻ ഇരിക്കുമ്പോൾ പരിശോധിച്ചപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പണ്ടത്തെ ചെറിയ നാണയത്തുട്ടുകളും പിന്നെ ഒരു കവറിൽ നിറയെ കുഞ്ഞു കുഞ്ഞു യെസ്, എന്തായാലും ഷബ്നയായിട്ടുള്ള ടെലിഫോണിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുകയാണ് ചെയ്തത്. എന്തായാലും നമ്മൾ സംസാരിച്ചത് ശ്രീരംഗൻ എന്ന വ്യക്തി നാട്ടിലേക്ക് മടങ്ങി വരിക എന്നതാണ്. എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴക്കൂട്ടം പോലീസ് കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. തൻ്റെ സഹോദരനെ നഷ്ടപ്പെട്ടു എന്ന് കരുതപ്പെട്ട ഇടത്തുനിന്നാണ് ആസാമിൽ നിന്നും വർഷങ്ങൾക്കിപ്പുറം സഹോദരനെ വീണ്ടെടുക്കാനാവുന്നത്. മാനസികമായ ചില ഓർമ്മക്കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ശ്രീരംഗനുണ്ട്. താൻ ആന്ധ്രയിൽ നിന്നും കാൽനടയായിട്ട് 1 വർഷം കൊണ്ട് നടന്നാണ് താൻ ആസാമിലേക്ക് എത്തിയത് എന്നതാണ്. ആസാമിലെ വനമേഖലയിൽ രാത്രി കണ്ടെത്തുകയും പിന്നീട് നാട്ടുകാർ ഇടപെട്ട് പോലീസിൽ അറിയിക്കുകയും ഒടുവിൽ കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഷബ്ന തുടരുന്നുണ്ട്. ഷബ്ന, ഈ എപ്പോഴേക്ക് നാട്ടിലേക്ക് എത്തിക്കാനാവും? എന്താണ് ഈ കേരള പോലീസ് ഈ വിഷയത്തിൽ നടത്തിയൊരു ഇടപെടലൊക്കെ എന്തായിരുന്നു? അതാണ് വളരെ ദയനീയം. എന്നെ പോലെ ഒരു ലേഡി ഒരു ചെറിയൊരു ഔട്ട് പോസ്റ്റിൽ 4-5 പോലീസുകാർ പരിമിതമായ സൗകര്യത്തില് അവർക്ക് ഇരിക്കുന്ന ഒരു കസേര 2 കസേര ഇടുന്ന അത്രയും കുഞ്ഞൊരു ഔട്ട് പോസ്റ്റ് ആണ്. സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ മുന്നുള്ള ഒന്ന് തള്ളിയാൽ മറിഞ്ഞു വീഴുന്ന പോലത്തെ ഒരു സെല്ലുമാണ്. അപ്പൊ തുടർന്ന് ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ കോൺടാക്ട് ചെയ്ത SP ശശിധരൻ സാറിനെ ആയിരുന്നു. അദ്ദേഹം ട്രിവാൻഡ്രം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുരേഷ് സാറിന്റെ നമ്പർ തന്നു. സുരേഷ് സാറിനെ വിളിച്ചിട്ട് ഇദ്ദേഹം തന്ന അഡ്രസ്സ് കൈമാറി. അപ്പൊ പുള്ളി മിസ്സിംഗ് കേസ് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് അവിടുന്ന് നമുക്ക് യാതൊരു റെസ്പോൺസും കിട്ടിയില്ല. തുടർന്ന് പിന്നീടാണ് ഞാൻ ഓർത്തത് അസംകാരനായ IPS ഓഫീസർ വയനാടിന്റെ മുൻ SP അബൂഷ് ബസ്മതിയാർജി സാർ ഇപ്പോ സിറ്റി പോലീസിലേക്ക് ട്രിവാൻഡ്രത്ത് പോസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്നുള്ളത്. തുടർന്ന് ആ രാത്രി ഇങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ട് ഓക്കെ, കണക്ടിവിറ്റിയിൽ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമുക്ക് സന്തോഷിക്കാം. ഈ ശ്രീരംഗൻ്റെ മടങ്ങിവരവ് അത് സാധ്യമാവുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതാണ് ആ കുടുംബവും പ്രതീക്ഷിക്കുന്നത്. നഷ്ടപ്പെട്ട
സഹോദരനെ തിരികെ വരുന്നു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അതിന് ഇടവെച്ചതാവട്ടെ ഒരു മലയാളിയാണ്. യാദൃശ്ചികമായി അവിടെ എത്തിയ ഒരു മലയാളി നടത്തിയ ഇടപെടൽ കൂടിയാണ്. ഭാഷ അറിയാതെ ബുദ്ധിമുട്ടി നിന്ന ശ്രീരംഗനെ ഒടുവിൽ പോലീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷനും തുടർന്ന് കഴക്കൂട്ടം പോലീസിൻ്റെ ഇടപെടലിലേക്കും വഴിവെച്ചത്. ഏറെ സന്തോഷം നൽകുന്ന കാര്യത്തെയാണ്. വരും ദിവസങ്ങളിൽ ശ്രീരംഗൻ നാട്ടിലേക്ക് കഴക്കൂട്ടത്തേക്ക് മടങ്ങി വരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.